ChatGPT വെച്ചിട്ട് ജോലി കൂടി കിട്ടും എന്നുള്ള കാര്യം നമ്മള് അറിഞ്ഞിരിക്കണ്ടേ? ഒരു ജോലി കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യല്ല. പ്രത്യേകിച്ച് പുതിയതായി വരുന്നതും അതേപോലെ വിസിറ്റ് വിസയിലൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം. അപ്പൊ അവർക്കെല്ലാം ജോലി എങ്ങനെ കിട്ടണം അതായത് ഇങ്ങനെ കേറി ഇറങ്ങി ഇന്റർവ്യൂ കൊടുക്കല്, അതേപോലെ അവരുടെ സിവി കൊടുത്ത് നടക്കല് അങ്ങനെ കുറേ സ്റ്റെപ്പുകളുണ്ട് അതിന്. ChatGPT വെച്ചിട്ട് നമുക്ക് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബ് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയെന്നല്ലേ? ഞാനിതിന്റെ താഴെയില് സൈഡില് ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഡീറ്റെയിൽസ് ആദ്യം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഏത് കൺട്രിയിലാണ് നിങ്ങളുള്ളത്, ഇപ്പോൾ ഏത് ഏരിയയിൽ, ഏത് ജോലി വേണം, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അതേപോലെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന സാലറി എത്രയാണ്, അതെല്ലാം കറക്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഏത് രീതിയിലുള്ള കമ്പനിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഫീൽഡ് വർക്കാണോ ഇപ്പോൾ ഓഫീസ് വർക്കാണോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അത് നിങ്ങൾ കറക്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൽ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ പറയാ അല്ല ടൈപ്പ് ചെയ്യുക, സോറി, ടൈപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലൊരു ടോപ്പ് 5 കമ്പനീസ് സജസ്റ്റ് ചെയ്യാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് നിങ്ങൾ ആ ജോബിനനുസരിച്ചും നിങ്ങളെ സാലറിക്ക് അനുസരിച്ചും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലിയുടെ പല കമ്പനികളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. അതെല്ലാം നിങ്ങളുടെ സൈഡിൽ വരുന്നുണ്ട്, നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ടോപ്പ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കമ്പനികൾ നിങ്ങൾക്ക് അതിൽ സെലക്ട് ചെയ്യുക. അതിൻ്റെ മെയിൽ ഐ ഡി മുതൽ അവരുടെ ഏത് കാര്യങ്ങൾ ഏത് സമയത്താണ് ഹയർ ചെയ്യുന്നത്, അവരുടെ അതിൻ്റെ ഡേറ്റ് ടൈം, ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ടൈം, എല്ലാ കാര്യവും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും. എങ്ങനെയുണ്ട്? നല്ലൊരു കാര്യമല്ല? അതായത് വിസിറ്റ് വിസയെല്ലാം വന്ന് കുറേ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരു വളരെ ഉപകാരപ്പെടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് അറിയാത്തവർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് വിസിറ്റ് വിസയിൽ ഇനി വരാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ വന്നിട്ടുള്ളവരോ ഇനി പുതിയ ജോലി ഇപ്പോഴാണെങ്കിൽ നമ്മളെ ജോലിയുടെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ജോലി പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതുപോലെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ CV എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ CV എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതും CV ഉണ്ടാക്കേണ്ടതൊക്കെ നമ്മൾ മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് മുതൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സീരീസിൻ്റെ ഇപ്പോൾ ഈ വീഡിയോ വരെയുള്ളത് കാണാൻ പറ്റും. 3-4 വീഡിയോ ഇതിൻ്റെ മുന്നേ ഉണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വളരെ ഉപകാരമുള്ള കാര്യമല്ലേ? അതായത് ChatGPT വെച്ചിട്ട് നമുക്ക് ജോലി കണ്ടെത്താൻ പറ്റുക പറയുമ്പോൾ അതും നല്ല അടിപൊളി രീതിയിൽ, അതായത് വളരെ നല്ല എക്സൈറ്റഡ് ആണ് നമ്മളത്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന സാലറി ഇപ്പൊ നമ്മളെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് എത്ര സാലറി വരെ കിട്ടും എന്നുള്ളതും നമുക്കതിൽ പറഞ്ഞു തരും. അതായത് ഇവിടെ ഏത് രാജ്യത്തേക്കാ ഇപ്പോൾ നാട്ടിലെ ഒരാൾക്ക് ഇപ്പോൾ GCC കൺട്രീസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയിൽ വരണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഇപ്പൊ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് എത്ര പോകേണ്ട പ്ലാനിങ്, അതായത് അവിടെ മുതൽ പോകേണ്ട പ്ലാനിങ് വരെ ഉള്ളത് നമ്മൾ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ട് പ്ലാനിങ് എല്ലാം കറക്റ്റ്, ബഡ്ജറ്റ് എല്ലാം കറക്റ്റ് നോക്കിയിട്ട് ട്രിപ്പ് എല്ലാം പോലെ. അപ്പോൾ അതിനുള്ള ഇതും ChatGPT വെച്ച് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോബ് എങ്ങനെ സെർച്ച് ചെയ്യണം അല്ലെങ്കിൽ ജോബ് പെട്ടെന്ന് ആക്സസിബിൾ ആക്കാനുള്ള ഒരു വഴി കൂടിയാണിത്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ മുന്നേ ഇത് ഒന്ന് നോക്കി ഒന്ന് സെറ്റായിട്ട് വരാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ആർക്കാണ് എപ്പോഴാണ് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. ജോലിയുടെ കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഈ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനും കാരണം. അപ്പോൾ ChatGPT വെച്ചിട്ട് ജോലി കൂടി കിട്ടും എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? അപ്പോൾ അത് നമ്മളെ വിരൽത്തുമ്പിൽ. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട്. അതുപോലെ ഇനി ഇതുപോലുള്ള ഏതെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ അടുത്ത വീഡിയോ നമ്മളത് ചെയ്യുന്നതായിരിക്കും.